ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വ്യൂസ്. വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇവരെങ്ങനെ ഫ്രണ്ട്സ് ആവുന്നല്ലേ? നമുക്കെന്തൊരു ഡൗട്ടാണ്, ഇവരെങ്ങനെ ഫ്രണ്ട്സ് ആവുക? അപ്പോൾ അടിപൊളി ഒരു ഓപ്ഷനാണ് ഈ വാട്സപ്പിൽ വന്നിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. കാരണം നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഫുൾ ടൈം ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിൽ അതുപോലെ തന്നെ വാട്സപ്പിൽ കളിക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണും തൊട്ട് ലൈക്ക് ബട്ടണും പിന്നെ എല്ലാ ഫ്രണ്ട്സിലേക്കും ഒരു അടിപൊളി ഇൻഫർമേഷൻ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറന്നു പോകുന്നത്. വാട്സപ്പും ഫേസ്ബുക്കും അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഇപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടുള്ള പറയാനുള്ള കാരണം ഞാനിവിടെ വാട്സപ്പ് തന്നെ ഞാനത് കാണിച്ചു തരാം, ലൈവ് ആയിട്ട് തന്നെ കാണിച്ചു തരാം. പക്ഷെ അതിന് മുൻപ് നിങ്ങൾ എപ്പോഴും വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്നതിന് മുൻപ് ഒന്ന് അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനായി നമ്മൾ ചെയ്യേണ്ടതാണ്, പ്ലേ സ്റ്റോറിൽ കയറിയ ശേഷം ജസ്റ്റ് ആ സെർച്ച് ഓപ്ഷനിൽ വാട്സപ്പ് എന്നൊന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ഇവിടെ നേരെ കാണുന്നിടത്തിൽ അപ്ഡേറ്റ് കാണിക്കുന്നുണ്ട്, അപ്ഡേറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഫ്രണ്ട്സിന്റെ റിലേറ്റീവ്സിന്റെ ഒക്കെ പ്രൊഫൈലുകൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് വാട്സപ്പിലാണ് നമ്മൾ ഇവിടുത്തെ എല്ലാം കാണുന്നത്. പക്ഷേ വാട്സപ്പ് നമ്മൾ കണ്ട് മതിയായി ബോറടിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കണം ഇൻസ്റ്റയിലേക്ക് പോകണം അല്ലെങ്കിൽ ഫേസ്ബുക്കിലേക്ക് പോകണം എന്ന് വിചാരിക്കുക. ആ ഒരു ഓപ്ഷൻ ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനായി നമ്മൾ ചെയ്യേണ്ടത് മുകളിലുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. താഴേക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റിംഗ്സ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ സെറ്റിംഗ്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ 2 ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്. ഒന്ന് ഇൻസ്റ്റാഗ്രാം കാണിക്കുന്നുണ്ട്, പിന്നെ ഒന്ന് ഫേസ്ബുക്ക് കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഇനിയൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ വാട്സപ്പ് നമ്മൾ ഇറങ്ങിയിട്ട് വേണം നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ നോക്കണമെന്നുണ്ടെങ്കിൽ അല്ലേ. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ് കാരണം നമുക്ക് ഈ വാട്സപ്പിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ല, നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലേക്കാണ് കയറുന്നത്. അടിപൊളി ഒരു ഓപ്ഷനാണ്. അതുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലേക്ക് കയറാൻ വാട്സപ്പ് ഒന്ന് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് നമുക്ക് ഓപ്പൺ ഫേസ്ബുക്ക് ഒന്ന് കൊടുത്തു നോക്കിയാലോ? ഇത് അതിലും രസകരമാണ്. നേരിട്ട് നമുക്ക് ഫേസ്ബുക്കിലേക്ക് കയറാൻ സാധിക്കും. അപ്പോൾ വാട്സപ്പ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ തന്നെ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഈ 2 കാര്യങ്ങളിലും നമുക്ക് കണ്ടില്ലേ, നമുക്ക് നേരെ ഫേസ്ബുക്കിലേക്ക് കയറുക ചെയ്യുന്നു. ഇനി അടുത്ത അടിപൊളി ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് സാധാരണ നമുക്ക് ഈ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്മൾ പോസ്റ്റേഴ്സ് ഇടാറുണ്ട് അല്ലേ. അതിന് നമ്മൾ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറേണ്ട ആവശ്യമില്ല. അത് ഞാൻ കാണിച്ചു തരാം. ഞാനിവിടെ സ്റ്റാറ്റസ് ആയിട്ട് ഒരു എൻ്റെ ഫോട്ടോ തന്നെ ഞാൻ ആഡ് ചെയ്യാൻ പോവാണ്. സ്റ്റാറ്റസ് ആയിട്ട് ഫോട്ടോ ആഡ് ചെയ്യാൻ വേണ്ടി ഞാൻ താഴെയുള്ള ആ ഒരു ക്യാമറയുടെ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഫോട്ടോ വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ താഴെയുള്ള ആ ഒരു ഗാലറിയുടെ ഓപ്ഷൻ കണ്ടിട്ടില്ലേ, ഗാലറി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗാലറിയിൽ കയറിയിട്ട് നമുക്ക് നമ്മുടെ ഫോട്ടോ, ഇപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ട്, ലൈവായിട്ട് കാണിച്ചു തരാം. ആ ഒരു ഫോട്ടോ ജസ്റ്റ് ഒന്ന് താഴെ സെൻഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം നേരെ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് കയറുന്നുള്ള എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റസിലേക്ക് കയറിയിട്ടുണ്ട്. അവിടെ ജസ്റ്റ് നൗ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതിന് തൊട്ടടുത്തായിട്ട് നമ്മൾ കാണുന്നുണ്ട് ഒരു ഫേസ്ബുക്കിന്റെ ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഫേസ്ബുക്കിന്റെ ലോഗോ. ഇനി നമുക്ക് വേണമെങ്കിൽ ആ ഒരു നമ്മളിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ ജസ്റ്റ് നൗ എന്ന് കാണിക്കുന്നില്ല, അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോ ഓപ്പൺ ആവും. ഫോട്ടോ ഓപ്പൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ തൊട്ട മുകളിലായിട്ട് ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താലും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസിന്റെ തൊട്ടടുത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഷെയർ ടു ഫേസ്ബുക്ക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും സെയിം എഫക്റ്റ് ആണ്. ഇത് നേരെ നമ്മുടെ ഫേസ്ബുക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് സമയം വളരെ ലാഭിക്കാൻ പറ്റും. അതായത് നമ്മുടെ സ്റ്റാറ്റസിൽ ഇടുന്ന കാര്യങ്ങൾ വാട്സപ്പിൽ ഇടുന്നതൊക്കെ നേരെ നമുക്ക് ഫേസ്ബുക്കിലേക്ക് നമുക്ക് കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടി സാധിക്കും. അടിപൊളി ഒരു ഓപ്ഷനാണ് ഇത്. നിങ്ങൾ വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. താമസിച്ചാണ് പലർക്കും അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ നോക്കുക. ഇത് വളരെ വളരെ യൂസ്ഫുൾ ആണ്. കാരണം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാമുള്ള ആളുകൾക്ക് ജസ്റ്റ് വാട്സപ്പിൽ കയറി ഓൺ ദി സ്പോട്ടിൽ തന്നെ വാട്സപ്പിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇനി നിരന്തരം കളിക്കാൻ വേണ്ടി സാധിക്കും. ഈ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്.